ഒരു കണ്ണീർക്കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ, ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൂര്യമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണത്. എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള വരികളാണത്. ആരെ കണ്ടാലും അതെനിക്ക് പരിചയമില്ലാത്തവരായാൽ പോലും ഒന്ന് നോക്കി ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കടയിൽ പോയി തിരിച്ചു വരുമ്പോൾ മുടിയൊക്കെ വളർത്തി ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ ലുക്കിൽ ഒരുത്തൻ എന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് അവനെ നോക്കി. അപ്പോൾ എൻ്റെ ഒപ്പം നടന്നുകൊണ്ട് അവൻ പറഞ്ഞു, സിസ്റ്റർ ഒന്ന് ചിരിച്ചൂടെ? രാവിലെ തന്നെ എന്നെ കണ്ടിട്ട് ഒരാൾ ചിരിക്കാതെ പോകുന്നത് എനിക്ക് വല്ലാത്ത വിഷമമാണെന്ന്. പിന്നെ ഞാൻ അവനെ നോക്കി ചിരിച്ചു, അവനോട് പേര് ചോദിച്ചു, അവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു, അവനോട് ബൈ പറഞ്ഞ് എൻ്റെ കോൺവെൻറ്റിലേക്ക് പോകുമ്പോൾ വൈകുന്നേരം കുടുംബയൂട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഇങ്ങനെ പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ട് അവൻ എന്നെ ഗ്രീറ്റ് ചെയ്തു, ഹായ് സിസ്റ്റർ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഓട്ടോ ഡ്രൈവർ ഭയങ്കര അത്ഭുതത്തോട് ചോദിച്ചു, സിസ്റ്റർ അവനെ അറിയോ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, സിസ്റ്റർ അവനൊക്കെ കഞ്ചാവാണ്. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചു, ഒരു ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുവൻ പോലും ഒരു പുഞ്ചിരി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വബോധം ഇല്ലാത്തവരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നവർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിരി അവർക്ക് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മിൽ ചിലരുണ്ട് സുബോധം ഉണ്ടെന്ന് സ്വയം കരുതി ടിപ്പ് ടോപ്പിൽ മറ്റുള്ളവരെ കണ്ട് സീരിയസ് ആയിട്ട് കടന്നു പോകുന്നവർ. ചുറ്റും ശത്രുക്കളുള്ളവർക്ക് ചിരിക്കാൻ സാധിക്കില്ലെന്ന് കേട്ടിട്ടുണ്ട്. അവർ ചിരിച്ചാൽ തന്നെ അത് ഒരിക്കലും ഹൃദയത്തിൽ നിന്നുള്ള ചിരിയാവില്ല, പ്ലാസ്റ്റിക് ചിരികളായിരിക്കും. പക്ഷേ ആത്മാർത്ഥമായിട്ട് അപരനെ നോക്കി ചിരിക്കാൻ സാധിക്കണം. പരിശുദ്ധ അമ്മ ചിരിക്കുന്നതായിട്ട് ബൈബിളിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ രൂപത്തിന് മുൻപിൽ ഒറ്റയ്ക്ക് പോയിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴില്ലേ, അമ്മ നമ്മെ നോക്കി പുഞ്ചിരിക്കും. ഇതെൻ്റെ അനുഭവമാണ് കേട്ടോ. ക്ഷമിക്കാൻ പറ്റിയൊരു ഹൃദയം ഉള്ളത് കൊണ്ടാണ് നമ്മെ നോക്കി ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ സാധിക്കുന്നത്. മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരായവരോട് സാധാരണ അമ്മമാർ ക്ഷമിക്കാറില്ല. കാരണം അത്രയും സ്നേഹമാണ് അമ്മമാർക്ക് മക്കളോടുള്ളത്. പക്ഷേ പരിശുദ്ധ അമ്മയൊന്ന് എടുത്തു നോക്കിയേ, ഈശോയെ തള്ളിപ്പറഞ്ഞും ഒറ്റപ്പെടുത്തിയും ഒറ്റുകൊടുത്തൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവൻ്റെ കുരിശിൻ്റെ വഴിയിൽ പോലും ഒരുത്തൻ പോലും കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനെല്ലാം പരിശുദ്ധ അമ്മ സാക്ഷിയാണ്. പക്ഷെ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വിത്തുപാകി അവരെ ഒരുമിച്ച് കൂട്ടുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈശോയുടെ ക്രൂരമായ മരണത്തിന് കാരണം നമ്മുടെ പാപങ്ങളാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നും ക്ഷമിച്ചുകൊണ്ട് നമ്മളെയൊക്കെ നോക്കി ഇങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്തിനാണ് ഇത്രമാത്രം ബിൽഡപ്പ്? ബലം പിടുത്തമൊക്കെ വിട്ട് മറ്റുള്ളവരെ നോക്കിയിട്ടൊന്ന് ചിരിച്ച് വർത്തമാനം പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് അവർക്ക് കൊടുക്കാൻ ഇതിലും വലിയ സമ്മാനമില്ല. നമ്മളോട് സംസാരിക്കാത്തവരാണെങ്കിൽ പോലും നമ്മുടെ ഒരു പുഞ്ചിരി അവരിൽ മാറ്റങ്ങളുണ്ടാക്കും, നമ്മെ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കും. നിഷ്കളങ്കതയോടെ ഹൃദയത്തോടെ ഇന്നു മുതൽ മറ്റുള്ളവരെ നോക്കി ആത്മാർത്ഥമായിട്ട് ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമ്മെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ.